Good morning, dear students. ആറ്റിങ്ങൽ എക്സോട്ടിക്കിലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. +2 എക്കണോമിക്സിലെ മൈക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ കുറച്ച് ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാഭവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ എല്ലാ ഉൽപ്പാദന യൂണിറ്റിൻ്റെയും അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എല്ലാ ഉൽപ്പാദന യൂണിറ്റിൻ്റെയും അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ചെയ്യുക എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പോളത്തിൽ വളരെയധികം സംതൃപ്തി വരുന്നത് അല്ലേ? നമ്മൾ പരമാവധി ലാഭം കിട്ടുന്നു. അപ്പോൾ ഈ ലാഭം കിട്ടുന്നതിന് ചില കണ്ടീഷൻസ്, അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനമായിട്ട് നമുക്ക് നോക്കുന്നത്. എ ഫേം റീച്ചസ് ഇക്വിലിബ്രിയം when the difference between total revenue and total cost is maximum. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പരമാവധി ആകുമ്പോഴാണ് നമ്മൾ പരമാവധി ലാഭം ഏൺ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. പ്രധാനമായിട്ടും 3 വ്യവസ്ഥകൾ നമുക്ക് അനുകൂലമാകണം അല്ലേ? അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് MC = MR, ദി മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ MR എന്ന് പറയുന്നത് അല്ലേ? MC = MR അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് P ഷുഡ് ബി ഈക്വൽ ടു ദി മാർജിനൽ കോസ്റ്റ്. MC = P അല്ലെങ്കിൽ MC = MR. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കി. MC = MR അല്ലെങ്കിൽ MC = P. The market price P should be equal to the marginal cost. The market price P should be equal to the marginal cost. ഒന്നാമത്തെ കണ്ടീഷൻസ് അല്ലേ? MCയും MRും തുല്യമാകണം, അല്ലെങ്കിൽ MCയും Pയും. അപ്പോൾ അത് ഒന്ന് കൺഫ്യൂഷൻ വരണ്ട. MRും Pയും എല്ലാം നമുക്കിവിടെ ഒന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസും അതുപോലെ മാർജിനൽ കോസ്റ്റും എല്ലാം ഈക്വൽ ആവണം. മാർക്കറ്റ് പ്രൈസ് P should be equal in the marginal cost. MC = P. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC should be നോൺ ഡിക്രീസിങ്. MC എന്ത് ചെയ്യാൻ പാടില്ല? കുറയാൻ പാടില്ല. MC should be നോൺ ഡിക്രീസിങ്. MC എന്ത് ചെയ്യാൻ പാടില്ല? കുറയാൻ പാടില്ല. അപ്പോൾ അത് മറ്റൊരു കാര്യം കൂടെ ഓർമ്മിച്ച് മനസ്സിൽ വയ്ക്കുക അല്ലേ? ദി MC കർവ് ഷുഡ് കട്ട് ദി MR കർവ് ഫ്രം ബിലോ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, MC ഈസ് റൈസിങ്, MC ഉയരണം, അല്ലെങ്കിൽ ദി MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്, താഴാൻ പാടില്ല അല്ലേ? MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദി MC കർവ് ഷുഡ് കട്ട് ദി MR കർവ് ഫ്രം ബിലോ. The MC curve should cut the MR curve from below. അപ്പോൾ രണ്ടാമത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടി. MC should be non decreasing. രണ്ടാമത്തെ ഐഡിയ നമുക്ക് കിട്ടി. MC should be non decreasing. MC should be non decreasing. അപ്പോൾ നോക്കുക, MC is rising എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അപ്പോൾ MC താഴാൻ പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ദി MC കർവ് ഷുഡ് കട്ട് ദി MR കർവ് ഫ്രം ബിലോ. ഓക്കെ. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ ഒരു കണ്ടീഷൻ, മൂന്നാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ഇൻ ദി ഷോർട്ട് റൺ. ഒന്നുകൂടെ, പ്രൈസ്
should be greater than or equal to the AVC, average variable cost. എന്താണ് AVC എന്ന് പറയുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നതാണ് എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. TVC എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. TVC ഡിവൈഡഡ് ബൈ Q, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നതാണ് എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് മനസ്സ് വയ്ക്കുക. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്, അല്ലേ? സ്ഥാപനത്തിന് സ്ഥിരമായിട്ട് വരുന്ന ചിലവുകൾ ഫിക്സഡ് കോസ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റെൻറ്റ്, അല്ലേ? അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ സാലറി, അങ്ങനെ പറയാം, സാലറി ഓഫ് പെർമനൻറ്റ് സ്റ്റാഫ്, സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം ഫിക്സഡ് കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്, ആ കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മെഷീൻസ്, അല്ലേ, സ്ഥാപനത്തിൻ്റെ മെഷീൻ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചിലവെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റാണ്. എന്നാൽ സ്ഥാപനത്തിൽ ടെമ്പററി സ്റ്റാഫുണ്ട്, താൽക്കാലിക ജീവനക്കാർ, അവരുടെ ശമ്പളം, സാലറി ഓഫ് ടെമ്പററി സ്റ്റാഫ്, അല്ലെ സാലറി എന്ന് പറയേണ്ട, അല്ലെങ്കിൽ വേജസ് എന്ന് പറയാം, അല്ലേ? വേജസ് ഓഫ് ടെമ്പററി സ്റ്റാഫ്, താൽക്കാലിക ജീവനക്കാരുടെ വേതനം വേരിയബിൾ കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലൊക്കെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങണം, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇതൊക്കെ വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നതാണ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നതാണ് എന്ത്? ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. മറന്നു പോകരുത്. നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എവിടെയെങ്കിലും കണ്ടാൽ നമ്മുടെ മനസ്സിൽ വരണം, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എണ്ണം കൊണ്ട് ഭാഗിക്കുന്നതാണ്, അല്ലെങ്കിൽ TVC ഡിവൈഡഡ് ബൈ Q, അതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ കണ്ടീഷൻ, പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ഇൻ ദി ഷോർട്ട് റൺ. അപ്പോൾ ഇൻ ദി ഷോർട്ട് റൺ price should be greater than or equal to the average variable cost. ഇവിടെ നിങ്ങൾ സിമ്പൽ കൊടുത്താലും മതി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. നോക്കുക, മൂന്നാമത്തെ കണ്ടീഷനിൽ ഷോർട്ട് റണ്ണുമായിട്ട് പറയുകയാണെങ്കിൽ ദി പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ്. കമ്പോള വില ആവറേജ് വേരിയബിൾ കോസ്റ്റിന് തുല്യമോ മുകളിലോ ആയിരിക്കണം. കമ്പോള വില എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മുകളിലോ തുല്യമോ ആയിരിക്കണം. അതർവൈസ് പ്രൊഡക്ഷൻ വിൽ ഷട്ട് ഡൗൺ, അല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻ ദി ഷോർട്ട് റൺ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഹ്രസ്വ കാലയളവിൽ കമ്പോള വില എന്ന് പറയുന്നത് AVCയുടെ മുകളിലായിരിക്കണം. ഹ്രസ്വ കാലയളവിൽ കമ്പോള വില എന്ന് പറയുന്നത് AVCക്ക് ഈക്വലോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കണം. ഓക്കേണാ? അപ്പോൾ ലോങ് റണ്ണിലാണെങ്കിലോ? അതുകൂടെ ഒന്ന് ഓർമ്മിക്കുക. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റണ്ണിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഇൻ ദി ലോങ് റൺ, പ്രൈസ് ഷുഡ് ബി greater than or equal to long run average cost.
ലോങ് റണ്ണിലാണെങ്കിൽ ആവറേജ് കോസ്റ്റ് അല്ലേ, പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റണ്ണിലാണെങ്കിൽ ആവറേജ് കോസ്റ്റിന് മുകളിലോ തുല്യമോ ആയിരിക്കണം. ഷോർട്ട് റണ്ണിലാണെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് മുകളിലോ തുല്യമോ ആയിരിക്കണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നോഡിലോട്ട് പകർത്തി പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ ലാഭം കിട്ടണമെങ്കിൽ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഹ്രസ്വകാലയളവിലോ അല്ലെങ്കിൽ ലാഭം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട 3 കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ ലാഭം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 വ്യവസ്ഥകൾ പറയുന്നു. ഒന്നെന്ന് പറയുന്നത് MC = P, അല്ലെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസ് P ഷുഡ് ബി ഈക്വൽ ടു ദി മാർജിനൽ കോസ്റ്റ്. ഓക്കെ ആണല്ലോ. MC = MR എന്ന് പറഞ്ഞാലും മതി. MC = MR. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും തുല്യമാകണം. MC = MR. MC ഷുഡ് ബി നമ്മൾ പറഞ്ഞു MC = MR. MC = MR. MCയും MRും തുല്യമാകണം, അല്ലെങ്കിൽ MC = P. ഓക്കെ ആണോ? ഒന്നാമത്തെ കണ്ടീഷൻ മാർക്കറ്റ് പ്രൈസ് P ഷുഡ് ബി ഈക്വൽ ടു ദി മാർജിനൽ കോസ്റ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്, അല്ലെങ്കിൽ MC ഈസ് റൈസിങ്. MC ഉയരണം അല്ലെങ്കിൽ താഴാൻ പാടില്ല. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. അപ്പോൾ ഇൻ അതർ വേർഡ്സ് മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദി MC curve should cut the MR curve from below. The MC curve should cut the MR curve from below. The MC curve should cut the MR curve from below. MC curve should cut the MR curve from below. താഴെ നിന്ന് ഖണ്ഡിക്കണം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. ഇൻ അതർ വേർഡ്സ് MC കർവ് ഷുഡ് കട്ട് ദി MR കർവ് ഫ്രം ബിലോ. താഴെ നിന്ന് കട്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ കണ്ടീഷൻ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും പറഞ്ഞു. ഇൻ ദി ഷോർട്ട് റൺ മാർക്കറ്റ് പ്രൈസ് P ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഹ്രസ്വ കാലയളവിൽ കമ്പോള വില AVCക്ക് തുല്യമോ മുകളിലോ ആവണം. ഓക്കെ ആണല്ലോ. AVC എന്താണ് നമുക്ക് മനസ്സിലായി. ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. TVC/Q. ഓക്കെ ആണല്ലോ. ഇൻ ദി ലോങ് റൺ ദീർഘകാലയളവിലാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് P ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്, അല്ലെങ്കിൽ LAC അല്ലേ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. LAC ലോങ് റൺ ആവറേജ് കോസ്റ്റ്. LRAC എന്ന് വേണമെങ്കിലും പറയാം അല്ലേ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഐഡിയ നമുക്ക് മനസ്സിലായി. അതർവൈസ് പ്രൊഡക്ഷൻ വിൽ ഷട്ട് ഡൗൺ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം എന്താ ഷട്ട് ഡൗൺ പോയിന്റ്. ഷട്ട് ഡൗൺ പോയിന്റ് ഷട്ട് ഡൗൺ പോയിന്റ് നമ്മുടെ മനസ്സിൽ വേണം. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനിമം പോയിന്റ് ഓഫ് ABC. മിനിമം പോയിന്റ് ഓഫ് ABC. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ഓഫ് ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിന്റ്. നോട്ടിലോട്ട് എഴുതി ഇപ്പോഴും തന്നെ അങ്ങ് പഠിക്കുക. ഷട്ട് ഡൗൺ പോയിന്റ്, മിനിമം പോയിന്റ് ഓഫ് ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ്. ഒന്നുകൂടെ മനസ്സിൽ വയ്ക്കുക, ഷട്ട് ഡൗൺ പോയിന്റ്. മാച്ച് ദ ഫോളോയിങ്ങിലും ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഷട്ട് ഡൗൺ പോയിന്റ്, മിനിമം പോയിന്റ് ഓഫ് ABC,
ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിൻ്റാണ് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ്. ഓർക്കുന്നുണ്ടല്ലോ, മിനിമം പോയിന്റ് ഓഫ് ABC, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഒന്ന്, MC = P അല്ലെങ്കിൽ MC = MR. MCയും MRും തുല്യമാകണം. ഓക്കെ. 2 എന്ന് പറയുന്നത് MC ഈസ് റൈസിങ് അല്ലെങ്കിൽ MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC താഴാൻ പാടില്ല. ഒന്ന് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇൻ അതർ വേർഡ്സ്, ദി MC കർവ് ഷുഡ് കട്ട് ദി MR കർവ് ഫ്രം ബിലോ. ഓക്കെ. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻ ദി ഷോർട്ട് റൺ. ഓക്കെ ആണല്ലോ. ലോങ് റണ്ണിലാണെങ്കിൽ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ ആണല്ലോ. ഹ്രസ്വകാലയളവിൽ കമ്പോള വില ABC തുല്യമോ മുകളിലോ ആവണം. ദീർഘകാലയളവിൽ കമ്പോള വില ആവറേജ് കോസ്റ്റിന് തുല്യമോ മുകളിലോ ആകണം. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു പോയിന്റ്, ഷട്ട് ഡൗൺ പോയിന്റ്, മിനിമം പോയിന്റ് ഓഫ് ABC. ABCയുടെ മിനിമം പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഷട്ട് ഡൗൺ പോയിന്റ്, മിനിമം പോയിന്റ് ഓഫ് ABC. അപ്പോൾ പ്രോഫിറ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് എങ്ങനെ കാണാം? TR മൈനസ് TC. ഓക്കെ, TRും TCയും തമ്മിലുള്ള ഡിഫറൻസ്, മാക്സിമം ഡിഫറൻസ് വരുമ്പോൾ പ്രോഫിറ്റ് കൂടും അല്ലേ? ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭം പരമാവധിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഫേം പരമാവധി ലാഭം കിട്ടണമെങ്കിൽ TRും TCയും തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം ആവണം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC വിൽ മാക്സിമം അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഫോളോയിങ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ചുവടെ പറയുന്ന ചില കണ്ടീഷൻസ് അല്ലേ, ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവണം അല്ലേ? TRും TC ആവുമ്പോൾ നമ്മൾ പറഞ്ഞു ദി 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇവിടെ 3 കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ദ ഡിഫറൻസ് ബിറ്റ്വീൻ TR ആൻഡ് TC വിൽ ബി മാക്സിമം. 3 ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അറിയാമല്ലോ. അപ്പോൾ സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് എപ്പോഴാണ്? മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് തന്നെയല്ലോ. മാക്സിമം പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് ഒരു പ്രൊഡ്യൂസർ സന്തുലിതാവസ്ഥയിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരം ചോദ്യമാണ്, നല്ലതുപോലെ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിലെ ലാഭം കിട്ടുന്നതിന് പാലിക്കേണ്ട 3 വ്യവസ്ഥകൾ. MC = MR. MC should be non-decreasing. In other words, the MC curve should cut the MR curve from below. മൂന്നാമത്തെ കണ്ടീഷൻ, പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC ഇൻ ദി ഷോർട്ട് റൺ. ലോങ് റണ്ണിലാണെങ്കിലോ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഓക്കെ. അപ്പോൾ MCയും MRും ഈക്വൽ ആവുന്ന പോയിന്റ് നോക്കുക. അപ്പോൾ നമുക്കറിയാം മുന്നേ ഉള്ള, അതായത് മൂന്നാമത്തെ പാഠത്തിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ MC കർവ്. MC അറിയാമല്ലോ, യു ഷേപ്പാണ്. അപ്പോൾ നമുക്കറിയാം MC കർവ്. അപ്പോൾ MCയും MRും തുല്യമാകണം നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ MC കർവ് വരയ്ക്കാൻ നമുക്കറിയാം. അതുപോലെ MR കർവ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു നമ്മുടെ സ്ഥാപനത്തിലെ MR കർവ്. ഓക്കെ ആണല്ലോ. MCയും MRും ഈക്വൽ ആവുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരണം. അപ്പോൾ MC കർവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ മറ്റൊരു സാറ് പഠിപ്പിച്ചു വരികയാണ്. അപ്പോൾ MC കർവിൻ്റെ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്. MR കർവ് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാർജിനൽ റവന്യൂ കർവ്. അപ്പോൾ MC = MR. മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും തുല്യമാകുന്ന ബിന്ദുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നമുക്കിനി നോക്കണം. MCയും MRും ഈക്വൽ ആവുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ? MC = MR. അതൊന്ന് ഐഡിയ മനസ്സിൽ വയ്ക്കുക.
നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് എന്താണ് നോക്കും. എം സി കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യു ഷേപ്പാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം ഹോക്കി സ്റ്റിക്കിൻ്റെ ആകൃതി അങ്ങനെ വേണമെങ്കിലും പറയുന്നുണ്ട്. ഹോക്കി സ്റ്റിക്കിൻ്റെ ആകൃതി പോലെയും നമുക്ക് എം സി കർവിനെ പറയാം. എം ആർ ആണെങ്കിലോ സ്ട്രെയിറ്റ് ലൈൻ. അത് നമ്മൾ ആദ്യമേ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. എം ആർ ഇസിക്കൽ ടു എ ആർ ഇസിക്കൽ ടു പ്രൈസ്. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിലെ എ ആർ കർവും എം ആർ കർവും പ്രൈസ് ലൈനും എല്ലാം എ ആർ ഇസിക്കൽ ടു എം ആർ ഇസിക്കൽ ടു പ്രൈസ്. എ ആറും എം ആറും പ്രൈസ് ലൈനും എല്ലാം ഒന്നാണ്. ഒരു പൂർണ്ണ മത്സര കമ്പോളത്തിൽ എം ആർ കർവ് ഹൊറിസോണ്ടൽ അല്ലേ. എം സി ആണെങ്കിൽ നമുക്കറിയാം ഹോക്കി സ്റ്റിക്കിൻ്റെ ആകൃതി അതുപോലെ പറയാം, അല്ലെങ്കിൽ യു ഷേപ്പ് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ എം സിയും എം ആറും ഈക്വൽ ആവുന്ന പോയിന്റിൽ പ്രോഫിറ്റ് മാക്സിമം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് നോക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഇന്ന് തന്നെ നോട്ടിലോട്ടാക്കുക, പഠിച്ചു വയ്ക്കുക. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഏതുകൂടി ഉറപ്പിക്കുക, ഷട്ട് ഡൗൺ പോയിന്റ്. എന്താ ഷട്ട് ഡൗൺ പോയിന്റ്? മിനിമം പോയിന്റ് ഓഫ് എ വി സി. ഓക്കെ ആണല്ലോ. അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക. ഓക്കെ.